അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ പിടിച്ച പയറാണ്, 18 മണി പയറാണ്. അപ്പോൾ അതിനെ പിച്ച് ഞാൻ അരിഞ്ഞ് വെച്ചു. ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെയാണ് ഞാൻ ഇന്ന് ഇത് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് പയറില കൂടെ ഞാൻ തിളന്ത് പയറില കൂടെ നുള്ളി പിച്ചി അതിനെ നല്ല കുനുകുന അരിഞ്ഞ് മാറ്റി വെച്ച് അതിനാവശ്യമായത് തേങ്ങ, ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇത് ഇത്രയും എടുത്ത് ഈ അരപ്പ് സാധനമെല്ലാം ഒന്ന് അടിച്ചെടുക്കാവുള്ള, ഒന്ന് ഉടഞ്ഞാൽ മതി. എടുത്തിട്ട് ഈ പയറിലയ്ക്കകത്ത് 5-6 ഇല തോനെയുണ്ടെങ്കിൽ തോനെ കൊച്ചുള്ളി ചേർക്കണം. ഇത് 4-5 കൊച്ചുള്ളിയാണ് ഞാൻ ചേർത്തത്. ഇച്ചിരി ഇലയേ ഉള്ളൂ. അതിൽ അരിഞ്ഞിട്ടിട്ട് ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഞവടി മാറ്റി വെച്ചിട്ട് ഒരു ചുവട് കട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഈ ഇല ഇട്ട് കൊടുത്ത് മൂടി വെച്ച് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് അത് വെന്തതിന് ശേഷം ആ മൂടി മാറ്റി നോക്കുമ്പോൾ അതിൽ നിന്ന് മൂടിയിൽ നിന്നും ഈ പയറിൽ നിന്നും ഇറങ്ങിയ ഇലയിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ അതൊന്ന് വാടുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിനെ തട്ടിക്കൊടുത്തിട്ട് അതിൽ ശകലം ഉപ്പൊഴിച്ച് കൊടുക്കണം. ഉപ്പും ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു കൊടുത്ത് ആ ചട്ടിയുടെ ഇതിൽ തന്നെ അത് വേവും. ഒന്ന് മയങ്ങി വരുമ്പോൾ ഒരു 2-3 മിനിറ്റ് വേവണം. വെന്ത് മയങ്ങി വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഉപ്പുണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഉപ്പില്ലെങ്കിൽ ശകലം ഉപ്പ് നീരൊഴിച്ച് കൊടുക്കണം. ഞാൻ നീരാണ്, കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, നീരാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിലും വേവും. എന്നിട്ട് അടച്ച് വെച്ച് വെന്തെന്ന് മനസ്സിലാവുമ്പോൾ, വെള്ളമെല്ലാം വറ്റി പയർ വെന്തെന്ന് മനസ്സിലാവുമ്പോൾ തീ അങ്ങ് ഓഫാക്കിയിട്ട് ഇച്ചിരി കറിവേപ്പില പിച്ചി അതിൻ്റെ പുറത്ത് വിതറിയിട്ട് അടച്ചു കൊടുക്കണം.